എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത ബലിയർപ്പണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ സർക്കുലർ പുറത്തിറക്കി അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ. സർക്കുലറിൻ്റെ പൂർണ്ണരൂപം: മിശിഹായിൽ പ്രിയ ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സന്യസ്തരെ, സഹോദരീ സഹോദരന്മാരെ, സീറോ മലബാർ ഹൈറാർക്കിയുടെയും എറണാകുളം അതിരൂപതയുടെയും സ്ഥാപനത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾ പൂർത്തിയായ ഈ അവസരത്തിൽ നന്ദി പ്രദർശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്രയധികം നന്മകളാണ് നല്ലവനായ ദൈവം സീറോ മലബാർ സഭയ്ക്കും നമ്മുടെ അതിരൂപതയ്ക്കും നൽകിയിരിക്കുന്നത് എന്ന് പ്രാർത്ഥനാപൂർവ്വം നമുക്ക് അനുസ്മരിക്കാം. ആരാധനാക്രമ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ അതിരൂപത ഏറെ പ്രതിസന്ധികളിലൂടെയാണ് ഏതാനും വർഷങ്ങളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നും നിങ്ങൾക്കറിയാമല്ലോ. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി ചുമതലയേറ്റതു മുതൽ ഈ പ്രശ്നത്തിന് ഉചിതമായ പരിഹാരമുണ്ടാകാൻ ഞാൻ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായും തീവ്രമായും പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവും ഞാനും നമ്മുടെ അതിരൂപതയിലെ അച്ഛന്മാരും സന്യസ്തരും അൽമായ സഹോദരങ്ങളുമായി രാപ്പകൽ വിവിധ തലങ്ങളിൽ ദീർഘ സംഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. സിനഡ് തീരുമാനപ്രകാരമുള്ള വിശുദ്ധ കുർബാന അർപ്പണ രീതി എങ്ങനെ ഫലപ്രദമായും സമാധാന അന്തരീക്ഷത്തിലും നമ്മുടെ അതിരൂപതയിൽ നടപ്പാക്കാം എന്നതായിരുന്നു ചർച്ചകളുടെ ലക്ഷ്യം. ഈ സംരംഭത്തിൽ പങ്കെടുത്ത ആർച്ച് ബിഷപ്പ് സിറിൽ വാസിൽ പിതാവിനെയും സഹകരിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും സന്യസ്തരെയും അൽമായ സഹോദരങ്ങളെയും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ചർച്ചകളുടെ ഫലമായി നിർണായകമായ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിച്ചില്ല. സിനഡ് തീരുമാനപ്രകാരം നമ്മുടെ അതിരൂപത മുമ്പോട്ട് പോകണമെന്നാണ് പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയത്തിൻ്റെയും വത്തിക്കാൻ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിൻ്റെയും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെയും നിശ്ചയമെന്ന് വത്തിക്കാനിലേക്ക് തിരിച്ചു പോകുന്നതിന് മുൻപ് പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് എന്നോട് പറയുകയുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ സിനഡ് തീരുമാനിച്ചതും ഫ്രാൻസിസ് പാപ്പ ആഹ്വാനം ചെയ്തതും നടപ്പാക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടതുപോലെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിറവി തിരുനാളായ ഡിസംബർ 25-ന് സിനഡ് തീരുമാനപ്രകാരമുള്ള കുർബാന അർപ്പണ രീതി ആരംഭിക്കാൻ ശ്ലൈഹിക ശുശ്രൂഷയിൽ നിങ്ങളുടെ ജ്യേഷ്ഠ സഹോദരനായ ഞാൻ വിനീതമായി നമ്മുടെ അതിരൂപതയിലെ അച്ഛന്മാരോടും സന്യസ്തരോടും അൽമായ സഹോദരങ്ങളോടും അഭ്യർത്ഥിക്കുകയും അനുസ്മരിപ്പിക്കുകയും ചെയ്യുന്നു. സമാധാന അന്തരീക്ഷത്തിൽ ഇത് നടപ്പാക്കാൻ നിങ്ങൾ നടത്തുന്ന ആത്മാർത്ഥമായ ശ്രമങ്ങൾക്ക് നല്ലവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെൻറ്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക ഉൾപ്പെടെ അടഞ്ഞുകിടക്കുന്ന ദേവാലയങ്ങൾ എത്രയും വേഗം തുറന്ന് വിശുദ്ധ കുർബാനയും മറ്റ് തിരുക്കർമ്മങ്ങളും നടത്താൻ ആവശ്യമായ സാഹചര്യമൊരുക്കാൻ ചുമതലപ്പെട്ട എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ലൂക്ക 2:14. ഈശോയുടെ പിറവിയോടനുബന്ധിച്ച് വാനദൂതർ ആശംസിച്ച ഈ സമാധാനം നാം ഓരോരുത്തരുടെയും ഹൃദയത്തിലും നമ്മുടെ കുടുംബങ്ങളിലും ഇടവകകളിലും അതിരൂപതയിലും സമൂഹത്തിലും നിറയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പിറവി തിരുനാളിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് മിശിഹായിൽ സ്നേഹപൂർവ്വം മാർ ബോസ്കോ പുത്തൂർ, എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ.